ഗെയിമിന്റെ ഒബ്ജക്റ്റീവ് എന്നത് ഏറ്റവും കുറഞ്ഞ ടോട്ടൽ സ്കോറിൽ എത്തിച്ചേർന്ന് ആദ്യം മീൽ റിവ്യൂൽ വിളിക്കുക എന്നതാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനറ്റ്സൽ മഫ് ഗെയിംസ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സ്കിൽ മാട്രിക്സിന്റെ വാച്ച് ഫോർ ഡിന്നർ എന്ന് പറയുന്ന ഗെയിമാണ്. മെമ്മറി, സ്ട്രാറ്റജി, ലക്ക്, കുറച്ച് കിയോസ് എല്ലാം കൂടിച്ചേർന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ അകത്ത് നിങ്ങളെ കയ്യിലുള്ള കാർഡ്സിന്റെ വാല്യൂസ് ഓർത്ത് വെച്ചിട്ട് അവയെ കറക്റ്റായ സമയത്ത് സ്വാപ്പ് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്ത് അവസാനം എതിരാളിയെക്കാളും ഏറ്റവും കുറഞ്ഞ വാല്യൂസ് ഉള്ള കാർഡ്സ് കയ്യിൽ എത്തിച്ചേരുമ്പോഴാണ് ജയിക്കുന്നത്. ഇത് ആർച്ച് ഡ്യൂക്ക്, നോക്ക് പോലെയുള്ള ഗെയിംസിന് സമാനമാണ്. പഠിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്, കൂടാതെ ഭയങ്കര ഫണ്ണും ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇനി ഈ ഗെയിം എങ്ങനെ കളിക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഡെക്ക് ഷഫിൾ ചെയ്ത് ഓരോ പ്ലെയറിനും 4 കാർഡ്സ് വീതം ഫേസ് ടേൺ ആയിട്ട് നൽകുക. ബാക്കി വരുന്ന കാർഡ്സ് മധ്യത്തിൽ ഡ്രോപ്പ് ആയിട്ട് വെക്കുക. ഗെയിമിന്റെ ഒബ്ജക്റ്റീവ് എന്നത് ഏറ്റവും കുറവ് സ്കോർ നേടുകയും ആദ്യം മീൽ റിവീൽ പറയുക എന്നതാണ്. പ്രായം കുറഞ്ഞ പ്ലെയർ ആദ്യം തുടങ്ങുകയും അത് ക്ലോക്ക് വൈസ് ദിശയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. കളിയുടെ ആരംഭത്തിൽ ഓരോ പ്ലെയറും തങ്ങളെ താഴത്തെ 2 കാർഡ്സ് ഒരിക്കൽ മാത്രം നോക്കി തിരിച്ചു വെക്കും. ഇവ മറ്റു പ്ലേയേഴ്സിനെ കാണാനായിട്ട് പാടില്ല. കൂടാതെ നോക്കിയ കാർഡ്സിന്റെ നമ്പേഴ്സ് കളിക്കുന്നിടയിൽ ഓർക്കാനായിട്ട് ശ്രമിക്കണം. ഇവ പ്രധാനമാണ്. തങ്ങളുടെ ടേണിൽ പ്ലെയർ ഡ്രോപ്പായിൽ നിന്നൊരു കാർഡ് എടുക്കും, എന്നിട്ട് അത് സീക്രറ്റ്ലി നോക്കും. 2 ചോയ്സസ് ഉണ്ട് പ്ലെയറിന്. അത് കൈവശം വെക്കണോ അല്ലെങ്കിൽ കളയണോ എന്ന് തീരുമാനിക്കാം. പുതിയ കാർഡിന്റെ വാല്യൂ കുറവാണെങ്കിൽ സ്വന്തം കാർഡ് നോക്കാതെ തന്നെ റീപ്ലേസ് ചെയ്യാം. ഐഡിയലി അത് വലിയ വാല്യൂ ഉള്ള കാർഡ് ആയിരിക്കണം കളയേണ്ടത്. ഇനി ഡ്രോപ്പായിൽ നിന്ന് എടുത്ത പുതിയ കാർഡിന്റെ അതേ സ്ഥാനത്താണ് വെക്കേണ്ടത്. ഇങ്ങനെ 4 കാർഡ്സിൽ നിന്ന് മാറ്റിയ ആ ഒരു കാർഡ് ഡിസ്കാർഡ് പൈലിലേക്ക് പോകും. ഈ നീക്കം റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയില്ല. ഉദാഹരണത്തിന് ഇവിടെ പ്ലെയർ 1ന് ഒരു കാർഡ് 9 ആണെന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ ഡ്രോപ്പായിൽ നിന്ന് 6 എടുത്തപ്പോൾ ടോട്ടൽ കുറയ്ക്കാനായിട്ട് അത് റീപ്ലേസ് ചെയ്യുന്നു. ഇനി കാർഡിന്റെ വാല്യൂ വലുതാണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യാം. അത് ആക്ഷൻ കാർഡ് ആണെങ്കിൽ അതിന്റെ പവർ ഉപയോഗിച്ച് ഡിസ്കാർഡ് ചെയ്യാം. പ്രത്യേക പവേഴ്സ് ഉള്ള 7 to 12 വരെയുള്ള ഹൈ വാല്യൂ കാർഡ്സ് ആണ് ആക്ഷൻ കാർഡ്സ്. സാധാരണയായിട്ട് ഇതിന്റെ എബിലിറ്റി ഉപയോഗിച്ച് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുക. എങ്കിലും കയ്യിൽ ഇതിനകം ഹൈ വാല്യൂ കാർഡ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്ത് ഈ കാർഡ് എടുക്കാം. എക്സാമ്പിൾ 7 ഡ്രോ ചെയ്തു, പക്ഷെ പ്ലെയറിന്റെ കയ്യിൽ ഓൾറെഡി 12 ഉണ്ടെങ്കിൽ 12 ഡിസ്കാർഡ് ചെയ്ത് 7 എടുക്കാം. ആക്ഷൻ കാർഡ്സിന്റെ പവർ ഉപയോഗിക്കാനായിട്ട് സെൻട്രൽ പ്ലേ ചെയ്യുന്ന കാർഡ് ഡ്രോപ്പായിൽ നിന്ന് എടുത്ത കാർഡ് ആയിരിക്കണം. പ്ലെയറിന്റെ കയ്യിൽ 4 കാർഡ്സിൽ നിന്ന് ആവരുത്. ഇനി ഉടനെ തന്നെ 6 ആക്ഷൻ കാർഡ്സിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഒരു പ്ലെയർ 7 ഡ്രോ ചെയ്താൽ സ്വന്തം ഒരു കാർഡ് രഹസ്യമായിട്ട് നോക്കാം. ഒരു കാർഡിന്റെ വാല്യൂ ഉറപ്പില്ലാത്തപ്പോൾ അത് ഓർക്കാനോ പരിശോധിക്കാനോ ഇത് ഉപകാരപ്പെടും. ഇതേ റൂൾ തന്നെയാണ് 8 കാർഡിനും ഉള്ളത്. ഈ കാർഡ് ഉപയോഗിച്ച് പ്ലെയർ മറ്റൊരു പ്ലെയറിന്റെ ഒരു കാർഡ് രഹസ്യമായിട്ട് നോക്കാം. എതിരാളികളുടെ കാർഡ്സിനെ കുറിച്ചുള്ള വിവരം അറിയാനായിട്ട് ഇത് സഹായിക്കും. ഈ കാർഡ് എടുത്താൽ പ്ലെയർ തന്റേതായ ഏതെങ്കിലും ഒരു കാർഡ് ഡിസ്കാർഡ് ചെയ്യാം. ഇതിലൂടെ ടോട്ടൽ വാല്യൂ കുറയ്ക്കാം. പുതിയ കാർഡ് എടുക്കാതെ ഒരു ഹൈ വാല്യൂ കാർഡ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. പ്ലെയർ മറ്റൊരു പ്ലെയറിന്റെ കാർഡ് നോക്കി സ്വന്തം ഒരു കാർഡുമായിട്ട് സ്വാപ്പ് ചെയ്യാം. എന്നാൽ സ്വന്തം കാർഡ് നോക്കാനായിട്ട് പാടില്ല. ഹൈ വാല്യൂ കാർഡിനെ ലോ വാല്യൂ കാർഡായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു നല്ല മാർഗമാണ്. പന്ത്രണ്ട് ഡ്രോ ചെയ്താൽ പ്ലെയർ തന്റേതായ എല്ലാ കാർഡ്സും രഹസ്യമായിട്ട് നോക്കാം. മുഴുവൻ കാർഡ്സ് അറിയുന്നതിലൂടെ അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. മധ്യത്തിൽ ഒരു കാർഡ് പ്ലേ ചെയ്യുന്ന സമയത്ത് പ്ലെയറിന് തങ്ങളുടെ കയ്യിൽ അതേ നമ്പറുള്ള കാർഡ് ഉണ്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിന് മുകളിൽ കളിക്കാം. ഇത് ഒരാൾക്ക് മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ. അതിനാൽ വേഗത്തിൽ ആദ്യം കാർഡ് ഇടണം. വൈകിയാൽ കാർഡ് തിരികെ വെക്കുന്ന സമയത്ത് മറ്റുള്ള പ്ലെയേഴ്സ് ആ നമ്പർ കാണും. മറ്റൊരു പ്ലെയറിന് അതേ കാർഡ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ അത് മധ്യത്തിൽ ഇടുകയും തങ്ങളുടെ വേറെ ഒരു ഹൈ വാല്യൂ കാർഡ് അവർക്ക് നൽകുകയും ചെയ്യാം. ഇതുവഴി പ്ലെയറിന്റെ കയ്യിൽ 3 കാർഡ്സ് മാത്രമേ ശേഷിക്കൂ. മധ്യത്തിൽ സ്വന്തമോ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയറിന്റെ കാർഡ് തെറ്റായിട്ട് ഇടുകയാണെങ്കിൽ ആ കാർഡ് തിരികെ വെച്ച് പെനൽറ്റി ആയിട്ട് ഒരു കാർഡ് എടുക്കണം.
ഇവിടെ പ്ലെയറിന്റെ ഇടതുവശത്ത് 6 ഉണ്ടായിരിക്കെ വലതുവശത്ത് 8 കളിക്കുന്നു. ഇത് തെറ്റായ മൂവാണ്. അതിനാൽ കാർഡ് തിരികെ പഴയ സ്ഥാനത്ത് വെക്കുകയും പ്ലെയർ പെനൽറ്റി ആയിട്ട് ഒരു കാർഡ് എടുക്കുകയും ചെയ്യുന്നു. കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു പ്ലെയറിന് തങ്ങളുടെ കയ്യിലെ കാർഡ്സിന്റെ വാല്യൂസ് എല്ലാം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മീൽ റിവീൽ എന്ന് വിളിക്കാം. അപ്പൊ എല്ലാ പ്ലേയേഴ്സും കാർഡ്സ് തുറന്നു നോക്കി സ്കോർ കണക്കാക്കും. ഇത് ശരിയാണെങ്കിൽ ആ പ്ലെയറിന് 0 ആയിരിക്കും സ്കോർ ചെയ്യുക. ഇനി ഇത് തെറ്റാണെങ്കിൽ മീൽ റിവീൽ എന്ന് വിളിച്ച പ്ലെയറിന് +10 പെനൽറ്റി പോയിന്റ്സ് കിട്ടും. ഇവിടെ പ്ലെയർ 1ന് അതേ വാല്യൂ കാർഡ് ഉണ്ടെന്ന് ഓർമ്മയുള്ളതിനാൽ അത് വേഗത്തിൽ ഡിസ്കാർഡ് ചെയ്യുന്നു. പ്ലെയർ 2 ആക്ഷൻ കാർഡിന്റെ പവർ ഉപയോഗിച്ച് മറ്റൊരു പ്ലെയറിന്റെ കാർഡ് രഹസ്യമായിട്ട് നോക്കുന്നു. പ്ലെയർ 3 ആക്ഷൻ 12ന്റെ പവർ ഉപയോഗിച്ച് തങ്ങളുടെ 4 കാർഡ്സ് നോക്കുന്നു. ലക്ഷ്യം എന്നത് ഏറ്റവും കുറഞ്ഞ സ്കോറിൽ എത്തിച്ചേരുക എന്നതാണ്. കാർഡ് വാല്യൂസ് ഓർമ്മിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ വളരെ ബുദ്ധിപരമായിട്ട് റീപ്ലേസ് ഓർ സ്വാപ്പിലൂടെ ഉയർന്ന വാല്യൂ കാർഡ്സ് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിരവധി റൗണ്ട്സ് കളിക്കാം. മുൻകൂട്ടി ഒരു എൻഡ് പോയിന്റ് നിശ്ചയിക്കണം. അതായത് ആദ്യം 50 പോയിന്റ്സ് എത്തുന്ന പ്ലെയർ. ഇങ്ങനെ 50 പോയിന്റ്സിൽ ആദ്യം എത്തുന്ന പ്ലെയർ ആയിരിക്കും തോൽക്കുക. പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സ്കോറുള്ള പ്ലെയർ ആയിരിക്കും വിന്നർ. തുടക്കത്തിൽ ഓരോ പ്ലെയറിനും സ്വന്തം താഴെയുള്ള 2 കാർഡ്സ് ഒരിക്കൽ മാത്രം നോക്കാം. അതിനുശേഷം ആക്ഷൻ കാർഡ് അനുവദിച്ചാൽ മാത്രമേ വീണ്ടും നോക്കാനായിട്ട് പറ്റൂ. ഓരോ ടേണിലും ആദ്യം ഒരു കാർഡ് ഡ്രോ ചെയ്ത് നോക്കണം. തുടർന്ന് റീപ്ലേസ് ചെയ്യണോ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കണം. ആക്ഷൻ കാർഡ്സിന്റെ പവർ യൂസ് ചെയ്യണമെങ്കിൽ ഡ്രോ പാലിൽ നിന്ന് എടുത്ത കാർഡ്സ് ആയിരിക്കണം. കയ്യിലെ 4 കാർഡ്സിൽ നിന്ന് പാടില്ല. ഒരു പ്ലെയർ റീപ്ലേസ് അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്താൽ അത് ഫൈനലാണ്. ആ ആക്ഷൻ റിവേഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. മധ്യത്തിൽ സെയിം നമ്പർ വന്നാൽ പ്ലെയേഴ്സ് വേഗത്തിൽ ഡിസ്കാർഡ് ചെയ്യണം. വേഗത്തിൽ ആദ്യം ചെയ്യുന്ന പ്ലെയറിനായിരിക്കും അവസരം. സെയിം നമ്പർ റൂള് തെറ്റായിട്ട് ഒരു കാർഡ് കളിച്ചാൽ ആ കാർഡ് തിരികെ വെക്കുകയും പെനൽറ്റി ആയിട്ട് ഒരു കാർഡ് എടുക്കേണ്ടിയും വരും. മീൽ റിവീൽ വിളിച്ചതിന് ശേഷം ലോവർ സ്കോർ അല്ലെങ്കിൽ പ്ലെയറിന് +10 പെനൽറ്റി ആയിട്ട് ലഭിക്കും. അപ്പൊ ഇങ്ങനെയാണ് വാട്ട്സ് ഫോർ ഡിന്നർ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നത്. ഈ 2 to 5 പ്ലെയർ ഗെയിം 7 വയസ്സ് മുതലുള്ള ആർക്ക് വേണമെങ്കിലും കളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഗെയിമിംഗ് ഫോക്സ്. ഗുഡ് ബൈ.